ശബരിമലയിൽ പ്രത്യേകിച്ച് ഇത്രയും കോടികളുടെ ആസ്തിയുള്ള ഒരു റിലീജിയസ് ഷ്രൈനിൽ ഇത്രയും വലിയ കാര്യങ്ങൾ അറ്റകുറ്റപ്പണികളുടെ മറവിൽ പുതുക്കലിൻ്റെ മറവിൽ സംഭവിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ സാങ്കത്യമില്ല. അറിയേണ്ടവരെ തന്നെയാണ് ഇരുത്തേണ്ടത്, അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ബലി കൊടുത്തുകൊണ്ട്, ദേവസ്വം ബോർഡിനെ തന്നെ ബലി കൊടുത്തുകൊണ്ട്, ഡിസ്റ്റൻസ് ചെയ്തുകൊണ്ട്, ഒരു ഡീപൊളിറ്റൈസൈസ് ചെയ്ത് ഞങ്ങൾക്കൊന്നും മറക്കാനില്ല. അതുകൊണ്ടാണ് പുതിയൊരു ദേവസ്വം ബോർഡ് ഒരു നോൺ പൊളിറ്റീഷ്യനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചിന്തിക്കുന്നതും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് പാർട്ടിയിലേക്ക്, പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തിരഞ്ഞെടുപ്പ് 6 മാസത്തിനുള്ളിൽ നടക്കണം. ആരോപണത്തിൻ്റെ കുന്തമുന എല്ലാം തന്നെ CPM-ലേക്കാണ്. ഇവിടെ മറ്റ് കക്ഷികൾ CPI മറ്റ് കക്ഷികളൊക്കെ മിണ്ടാതെ നിൽക്കുകയാണ് CPM-ലേക്ക്. കാരണം ആ ദേവസ്വം ബോർഡിന് ചുമതലയുള്ള മന്ത്രി ദേവസ്വം മന്ത്രിയിലേക്കും CPM-ൻ്റെ പോർട്ട്ഫോളിയോ ആണ് ഒക്കെ. ഈ ആരോപണം വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ വല്ലാതെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കണം. കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കത്തക്ക രീതിയിലുള്ള വിചാരണയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ, പോലീസ് അല്ലെങ്കിൽ സംവിധാനങ്ങൾ നീളണം. ഇതൊരു നീഡ് അവറാണ്, നിലനിൽപ്പിൻ്റെ വിഷയമാണ്. അതുകൊണ്ടാണ് CPM പ്രതിരോധത്തിലാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തി ഒട്ടുമില്ല.